എല്ലാവരും ചോദിക്കുന്ന, ആകാംക്ഷപൂർവ്വം ചോദിക്കുന്ന ചോദ്യമാണ്, ക്രിസ്തു എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നില്ല? നിങ്ങളൊരു കാര്യം വചനത്തിൽ നിന്ന് മനസ്സിലാക്കുക. ശത്രുവില്ലാതെ യുദ്ധത്തിന് ഇറങ്ങാമോ? ശത്രു പ്രത്യക്ഷപ്പെടാതെ, ശത്രുവിൻ്റെ കാഹളം കേൾക്കാതെ നമ്മൾ യുദ്ധത്തിന് ഇറങ്ങിയിട്ട് കാര്യമുണ്ടോ? സിംഹി ഒരു എരയുടെ ശബ്ദം കേൾക്കാതെ മുരളുമോ? സിംഹി മുരളുന്നതും യുദ്ധത്തിന് സിംഹി ചാടി വീഴുന്നതും ഒരു എരയുടെ ശബ്ദം കേൾക്കണം. അപ്പോൾ ശത്രു എന്ന് പറയുന്നവൻ പുരാതന സർപ്പം, സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം, ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന് അവൻ്റെ സകല അധികാരവും ഇവൻ കൈമാറും. സർപ്പം തൻ്റെ അധികാരം ഭൂമിയിൽ വരുന്ന മൃഗത്തിന്, എതിർ ക്രിസ്തുവിന് കൈമാറണം. ആ മൃഗത്തിനെ കുറിച്ച് പറയുന്നു, നാശത്തിൻ്റെ സന്താനമായ അരാജകത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടണം. അങ്ങനെ സത്യത്തെ സ്നേഹിക്കാനും വിമുഖത കാണിക്കുന്ന ഈ ലോകത്തിലെ മനുഷ്യരെ വഞ്ചിക്കുന്ന അടയാളത്തോടു കൂടി അവൻ പ്രത്യക്ഷപ്പെടണം. അങ്ങനെ അവൻ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് നമ്മുടെ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയും തൻ്റെ വായിലെ നിശ്വാസം കൊണ്ട് അവനെ തകർക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാശേഷമാക്കുകയും ചെയ്യും. അപ്പോൾ അന്ധകാരത്തെ ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയതയിൽ വസിക്കുന്ന ദുരാത്മാവ് പ്രത്യക്ഷപ്പെടണം. എന്നാലേ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുള്ളൂ. ആമേൻ.